വാർത്താമഴയിലേക്ക് വിശദമായി NSSനെയും SNDPയെയും തമ്മിൽ തല്ലിച്ചത് UDF എന്ന SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ഇനി NSSുമായി കലഹമില്ലെന്നും സമരസപ്പെടുമെന്നും വെള്ളാപ്പള്ളി. നായാടി മുതൽ നസ്രാണി വരെ ഒരുമിച്ച് നിൽക്കേണ്ട കാലമാണ് ഇതെന്നും വെള്ളാപ്പള്ളി നടേശൻ. എനിക്ക് അത്ര ആയിത്തൊന്നും എനിക്കില്ല. ചെല്ലണം കാണണമെന്ന് പറഞ്ഞപ്പോൾ NSSുമായിട്ട് എന്തിനാണ് ഞങ്ങൾ യുദ്ധം ചെയ്യുന്നത്? അവരുമായിട്ട് പിണങ്ങിട്ട് എന്ത് കാര്യം? പിണങ്ങിട്ട് എന്ത് കിട്ടി? അവരുമായിട്ട് യുദ്ധം ചെയ്യിപ്പിച്ചത് ആര്? ഈ കുരങ്ങനെ കൊണ്ട് ചൂടുചോറ് മാന്തിക്കുകയല്ല ചെയ്തത്. സംവരണ കാര്യമല്ല അവരുമായിട്ടുള്ള തർക്കം എല്ലാം പറയുന്ന നേതാവേ. ഈ സംവരണത്തിൽ എന്ത് നേടി? നായാടി തൊട്ട് നസ്രാണി വരെ ആയി. നസ്രാണികൾ ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ വിഷമത്തിലാണ്. അവർ പലരും പരസ്യമായി പറയുന്നില്ലെന്നേ ഉള്ളൂ. അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഇന്ന് അനുഭവിക്കുന്നുണ്ട്. അവരിന്ന് ഭയന്ന് ജീവിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ രൂക്ഷ വിമർശനമാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി ഉന്നയിച്ചത്. വർഗീയവാദികൾക്ക് കുടപിടിച്ച് ആ തണലിൽ നിൽക്കുന്നയാളാണ് VD സതീശൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം. ഈ സതീശൻ കാണുന്നെങ്കിൽ അയാളൊക്കെ ഊളംപാറയ്ക്ക് അയക്കണ്ടേ? കാരണം ഏറ്റവും വർഗീയവാദികളായ ആളുകൾക്ക് കൊട പിടിച്ചു കൊടുത്തുകൊണ്ട് ആ കൊടയുടെ തണലിൽ അവർ സംരക്ഷിച്ച് നിർത്തിക്കൊണ്ട് അവരെ മതേതരത്വം പറയും. അവർക്കെല്ലാം കുട പിടിച്ച് ഇനി അവരിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ നേടാനും ആശീർവാദങ്ങൾ നേടാനും വേണ്ടിയിട്ട് ആണ് ഈ കുടപിടുത്തം. കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കും രാജാവിനേക്കാൾ വലിയ രാജഭക്തിയല്ലേ അവരോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ മോഹങ്ങളും നാളെ പല സ്ഥാനങ്ങളും അവർ വഴി ഓപ്പറേറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു അടവ് നയമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. NSSുമായി ഒരുമിക്കണമെന്ന വെള്ളാപ്പള്ളി നടേശന്റെ പരാമർശത്തോട് യോജിച്ച് NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ ഒന്നിക്കണമെങ്കിൽ ഒന്നിക്കും. നിലവിൽ ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്നും G. സുകുമാരൻ നായർ 24നോട് പറഞ്ഞു. അല്ല, ഞങ്ങൾക്ക് വെള്ളാപ്പള്ളിയുമായിട്ട് SNDPയുമായിട്ട് ഇപ്പൊ അഭിപ്രായ ഭിന്നതയൊന്നുമില്ല. അദ്ദേഹം നമ്മളോടൊന്നും സംസാരിച്ചിട്ടില്ല. അത് വേണ്ടതാണെങ്കിൽ ആ കാര്യത്തിൽ ഞങ്ങൾ ആലോചിക്കും. ഒരു സംശയവുമില്ല. അതിനകത്ത് യാതൊരു പരിധിയില്ല. അതിനൊന്നും സംസാരിച്ചിട്ടില്ല കേട്ടോ. അദ്ദേഹം ഒന്നും സംസാരിച്ചിട്ടില്ല നമ്മളോട്. ടോബി ജോൺസൺ ചേരുന്നുണ്ട് ഇപ്പോൾ കോട്ടയത്ത് നിന്ന്. ടോബി, SNDP യോഗം ജനറൽ സെക്രട്ടറി നിലപാട് വ്യക്തമാക്കുന്നു. അതിനോട് സമരസപ്പെടുന്ന നിലപാടാണോ NSSനും? തീർച്ചയായിട്ടും NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ പൂർണ്ണമായിട്ടും വെള്ളാപ്പള്ളി നടേശന് പിന്തുണ കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു വിഷയത്തിൽ അദ്ദേഹത്തെ രാഷ്ട്രീയ നേതാക്കൾ, പ്രത്യേകിച്ചും VD സതീശൻ അടക്കമുള്ളവർ വിമർശിക്കുന്നതിനെ അത് ശരിയല്ല എന്നുള്ളൊരു നിലപാട് കൂടി സുകുമാരൻ നായർ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് അങ്ങനെ വിമർശിക്കേണ്ട ഒരാളല്ല, ഒരു പ്രമുഖ സമുദായത്തിന്റെ മേൽത്തട്ടിലിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ അങ്ങനെ വിമർശിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു നിലപാട് തന്നെയാണ് ഇപ്പോൾ സുകുമാരൻ നായരും എടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ഈ നസ്രാണി മുതൽ അതുപോലെ തന്നെ നായാടി വരെയുള്ള ആളുകൾ ഒന്നിക്കണമെന്നുള്ള വെള്ളാപ്പള്ളി നടേശന്റെ ആ ഒരു പ്രതികരണത്തോടും അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് തന്നെയാണ് സുകുമാരൻ നായർ എടുത്തിരിക്കുന്നത്. വേണമെങ്കിൽ SNDPയുമായി ഒന്നിക്കാം. അത് സംബന്ധിച്ചുള്ള ചർച്ചകളൊന്നും തന്നെ ഇപ്പോൾ നടന്നിട്ടില്ല. മുൻപ് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളുമില്ല എന്നുള്ള ഒരു നിലപാട് കൂടി സ്വീകരിച്ചിരിക്കുന്നു സുകുമാരൻ നായർ. അതായത് വെള്ളാപ്പള്ളിയുടെ നിലപാടുകൾക്ക് പൂർണ്ണ പിന്തുണ നൽകുന്ന ഒരു സുകുമാരൻ നായരെയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. പണ്ട് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പണ്ട് രാഷ്ട്രീയ അവർ ഒന്നിച്ചു നിൽക്കാൻ തീരുമാനിച്ചതും അതിനുശേഷം പിരിഞ്ഞതുമൊക്കെ നമ്മൾ കണ്ടതാണ്, ചരിത്രത്തിലുണ്ട്. എന്നാൽ അതിനുശേഷം ഇപ്പോൾ ഏറെ വർഷങ്ങൾക്ക് ശേഷം ഒരേ നിലപാടിലേക്ക് ഈ രണ്ട് നേതാക്കളും വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിന്റെ പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഉന്മേഷ്. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന്. ശബരിമലയിലെ വാജിവാഹനം മുൻ ദേവസ്വം ഭരണസമിതി തന്ത്രിക്ക് കൈമാറിയത് പാരമ്പര്യ വിധി പ്രകാരമെന്ന് അഡ്വക്കേറ്റ് കമ്മീഷണറുടെ റിപ്പോർട്ട്. വാജിവാഹനം കൈമാറിയത് അഡ്വക്കേറ്റ് കമ്മീഷണറുടെ സാന്നിധ്യത്തിലെന്നും ഹൈക്കോടതി അംഗീകരിച്ച റിപ്പോർട്ടിൽ പരാമർശം. അതിനിടെ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ട് SITക്ക് ലഭിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ 13ാം പ്രതിയായ തന്ത്രി കണ്ഠരര് രാജീവരുടെ വീട്ടിൽ നിന്നാണ് വാജിവാഹനം SIT കസ്റ്റഡിയിലെടുത്തത്. പിന്നാലെ വാജിവാഹനം തന്ത്രിക്ക് കൈമാറിയത് UDF ഭരണസമിതിയാണെന്നും SIT കണ്ടെത്തി. ഇതിനിടയിലാണ് പുതിയ ട്വിസ്റ്റ്. വാജിവാഹനം തന്ത്രിക്ക് കൈമാറിയത് ഹൈക്കോടതി നിയമിച്ച അഭിഭാഷക കമ്മീഷണറുടെ സാന്നിധ്യത്തിലാണെന്ന രേഖയാണ് പുറത്തുവന്നത്. റിപ്പോർട്ട് ദേവസ്വം ബെഞ്ച് അംഗീകരിച്ചിട്ടുമുണ്ട്. ഇതോടെ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം പ്രതിസന്ധിയിലായി. എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ച് തന്ത്രിക്ക് ബോർഡ് കൈമാറിയ വാജിവാഹനം തൊണ്ടി മുതലായി എങ്ങനെ നിലനിൽക്കുമെന്നുള്ളതാണ് പ്രധാന ചോദ്യം. SIT അന്വേഷണത്തിൽ രാഷ്ട്രീയം കലർത്തുന്നതിനുള്ള പ്രതിപക്ഷത്തിന്റെ ആരോപണം കൂടുതൽ
ശക്തമാകും. അതിനിടെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നിർണായകമായ BSSCയുടെ ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൊല്ലം വിജിലൻസ് കോടതി കൈമാറി. ശാസ്ത്രീയ പരിശോധനാ ഫലം ഉൾപ്പെടുത്തി അന്വേഷണ റിപ്പോർട്ട് തിങ്കളാഴ്ച SIT ഹൈക്കോടതിയിൽ സമർപ്പിക്കും. UB ഗ്രൂപ്പ് 1998 പൊതിഞ്ഞ സ്വർണം തന്നെയാണോ SIT കണ്ടെടുത്തതെന്ന വിവരം റിപ്പോർട്ടിലുണ്ടാകും. 24 കൊച്ചി. മൂന്നാം ബലാത്സംഗ കേസിൽ അറസ്റ്റായ രാഹുൽ മാങ്കൂട്ടത്തിന് കോടതിയിൽ കനത്ത തിരിച്ചടി. ജാമ്യാപേക്ഷ തിരുവല്ല ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി തള്ളി. രാഹുലിനെതിരായ പരാതി ഗൌരവതരം എന്ന് ചൂണ്ടിക്കാണിച്ച കോടതി പ്രതിഭാഗം വാദങ്ങൾ പൂർണ്ണമായി തള്ളുകയായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ ജാമ്യ ഹർജിയെ എതിർത്ത് പ്രോസിക്യൂഷൻ നിരത്തിയ വാദങ്ങൾ അംഗീകരിച്ചാണ് തിരുവല്ല ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഉത്തരവ്. മുമ്പും സമാന കേസുകളിൽ രാഹുൽ പ്രതിയാണെന്നും ജാമ്യം ലഭിച്ചാൽ ഇരയുടെ ജീവൻ അപകടത്തിലാകുമെന്നും വിധിയിൽ പരാമർശമുണ്ട്. അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലായിരിക്കെ ജാമ്യം നൽകിയാൽ തുടരന്വേഷണത്തെയും പ്രതികൂലമായി ബാധിക്കും. സാക്ഷികളെ ഭീഷണിപ്പെടുത്താനോ സ്വാധീനിക്കാനോ സാധ്യതയുണ്ടെന്ന് ഉത്തരവിൽ പറയുന്നു. അന്വേഷണത്തോട് രാഹുൽ ഇതുവരെ സഹകരിച്ചിട്ടില്ല. പ്രോസിക്യൂഷൻ ഉന്നയിച്ച വാദങ്ങൾ ഉത്തരവിൽ പരാമർശിച്ചാണ് ജാമ്യം നിഷേധിച്ചത്. നടപടിക്രമങ്ങൾ പാലിച്ചാണ് രാഹുലിനെ അറസ്റ്റ് ചെയ്തതെന്ന പ്രോസിക്യൂഷൻ വാദം കോടതി അംഗീകരിച്ചു. അതിജീവിതയുടെ വ്യക്തിവിവരങ്ങൾ രാഹുലിന്റെ സുഹൃത്തുക്കൾ പരസ്യമാക്കി. മാധ്യമ വിചാരണയ്ക്ക് വിധേയമാക്കി കേസ് പിൻവലിപ്പിക്കുവാനുള്ള ഉദ്ദേശമാണ് ഇതിന് പിന്നിലെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചിരുന്നു. പുറത്തിറങ്ങിയാൽ അന്വേഷണവുമായി രാഹുൽ സഹകരിക്കുമെന്നാണ് പ്രതിഭാഗത്തിന്റെ വാദം. തിങ്കളാഴ്ച രാഹുലിന്റെ അഭിഭാഷകൻ പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയെ ജാമ്യത്തിനായി സമീപിക്കും. 14 ദിവസം റിമാൻഡ് ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിൽ നിലവിൽ മാവേലിക്കര സ്പെഷ്യൽ സബ് ജയിലിലാണ്. 24 പത്തനംതിട്ട. 24 എക്സ്ക്ലൂസീവ്. ജമാഅത്ത് ഇസ്ലാമിയെ ശത്രുപക്ഷത്ത് നിർത്തുന്നില്ലെന്ന് മുസ്ലിം ലീഗ് അഖിലേന്ത്യാ സെക്രട്ടറി പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ 24നോട്. ന്യൂനപക്ഷങ്ങൾ വലിയ പ്രതിസന്ധി നേരിടുമ്പോൾ ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും മുനവർ അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. അതേസമയം ഇസ്ലാമിക് റിപ്പബ്ലിക് വക്താക്കളാണ് ജമാഅത്ത് ഇസ്ലാമിയെ നാഞ്ഞടിച്ചായിരുന്നു കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ പ്രതികരണം. ജമാഅത്ത് ഇസ്ലാമിയെ ശത്രുപക്ഷത്ത് നിർത്തുന്നില്ല എന്ന നിലപാട് മുസ്ലിം ലീഗ് അഖിലേന്ത്യാ സെക്രട്ടറി മുനവർ അലി തങ്ങൾ 24നോട് വെളിപ്പെടുത്തി. നമ്മൾ അവരൊരു ശത്രുപക്ഷത്ത് നിൽക്കുന്നില്ല. അവർ ന്യൂനപക്ഷങ്ങൾ വലിയ രീതിയിൽ ഇവിടെ വലിയ പ്രതിസന്ധി നേരിടുമ്പോൾ, വെല്ലുവിളി നേരിടുമ്പോൾ അതിൽ ഒറ്റക്കെട്ടായി നിൽക്കുക എന്നുള്ളതാണ്. അതിൽ ആ ഒരു ഒരുമയിൽ നിന്ന് പോകുമ്പോൾ എല്ലാവരെയും ചേർത്ത് പിടിച്ചു പോകുക എന്നുള്ള രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വലിയ വിജയത്തിന്റെ ആവേശത്തിൽ മുസ്ലിം ലീഗ് കോൺഗ്രസ് നേതൃത്വം അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വിജയലക്ഷ്യം വെക്കുമ്പോഴാണ് യൂത്ത് ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ മുനവർ അലി തങ്ങൾ 24നോട് നിലപാട് തുറന്നു പറഞ്ഞത്. ഇതാദ്യമായാണ് ഒരു മുസ്ലിം ലീഗ് നേതാവ് ജമാഅത്ത് ഇസ്ലാമിക്ക് ക്ലീൻ ചീറ്റ് നൽകുന്നത്. സമസ്ത APEK വിഭാഗങ്ങൾ ജമാഅത്ത് ഇസ്ലാമിയെ എതിർക്കുന്ന സാഹചര്യത്തിൽ നേരത്തെ ജമാഅത്ത് ഇസ്ലാമിക്ക് പരസ്യ ക്ലീൻ ചീറ്റ് നൽകിയിരുന്നില്ല. എന്നാൽ ഇപ്പോൾ മുസ്ലിം സമൂഹം വലിയ വെല്ലുവിളി നേരിടുമ്പോൾ ജമാഅത്ത് ഇസ്ലാമിയെയും കൂടെ കൂട്ടി ഒരുമിച്ച് പോകണമെന്ന നിലപാടാണ് മുനവർ അലി തങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുന്നത്. കേരളയാത്ര വിജയകരമായി തിരുവനന്തപുരത്ത് പൂർത്തിയാക്കിയ ശേഷം കോഴിക്കോട് തിരിച്ചെത്തിയ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ തുറന്നടിച്ചു. ജമാഅത്ത് ഇസ്ലാമി ഇസ്ലാമിക റിപ്പബ്ലിക്കിന് വേണ്ടി വാദിക്കുന്നവരാണെന്ന് കാന്തപുരം 24നോട് പറഞ്ഞു. ജമാഅത്ത് ഇസ്ലാമി ഇവിടെ എപ്പോഴും സ്വരാഷ്ട്രവാദക്കാരാണ്. അതുകൊണ്ട് അവർ ആ വാദത്തിൽ ഒരു ഇസ്ലാമിക റിപ്പബ്ലിക് ആക്കണം എന്ന വാദത്തിൽ നിന്നും പിന്മാറിയതായി ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. പിന്നെ തങ്ങളെന്താ പറഞ്ഞത്, അവർ കൂടിയിട്ടുണ്ടോ ഇല്ലേ, രാഷ്ട്രീയ പാർട്ടിക്കാരെന്ത് ചെയ്യുന്നു, അതൊന്നും ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങൾക്ക് നോക്കേണ്ടതുമില്ല. ജമാഅത്ത് ഇസ്ലാമിക്ക് UDFുമായി ബാന്ധവമില്ലെന്ന് കഴിഞ്ഞ ദിവസം KPCC പ്രസിഡന്റ് 24ന് അനുവദിച്ച അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ മുനവർ അലി തങ്ങളുടെ വെളിപ്പെടുത്തലോടെ UDF ജമാഅത്ത് ബാന്ധവത്തിന്റെ ചർച്ചയ്ക്ക് തുടക്കമിടുകയാണ്. കോഴിക്കോട് നിന്നും ദീപക് ധർമ്മടം 24. മുതിർന്ന CPIM നേതാവ് AK ബാലനെതിരെ അധിക്ഷേപ പരാമർശവുമായി മുസ്ലിം ലീഗ് നേതാവ് KM ഷാജി. AK ബാലന് മൂത്ത് നരച്ച് ബുദ്ധി കുറവായിരിക്കുന്നു. ബാലനും ജയിലിൽ പോകാൻ തയ്യാറാണെന്നും KM ഷാജി പറഞ്ഞു. തടവുകാരുടെ വേതനം കൂട്ടിയത് മുഖ്യമന്ത്രിക്കും മരുമകനും ജയിലിൽ പോകുമ്പോൾ കിട്ടേണ്ട തുകയാണെന്നും KM ഷാജിയുടെ പരിഹാസം. AK ബാലന് ഇതേ കാര്യം പറഞ്ഞപ്പോ ഖുർആനും വിളിച്ചു വന്നിട്ട് പറഞ്ഞു ഞാൻ ജയിലിൽ പോവാതെ. ഈ ഉദ്ദേശം വെച്ചിട്ടായിരുന്നു ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ നിഷ്കാന്തമായിട്ട് വന്നതാണെന്നാൽ. എന്നിട്ട് അത് മാത്രമല്ല, അയാൾ പറഞ്ഞ തമാശ ഞാൻ ജയിലിൽ പോയിട്ട് ഖുർആൻ വായിക്കുന്നു. പല ഖുർആൻ വായിച്ച ജയിലൊന്നും പോട്ടെ, കുറേന്ന് മുതിർന്ന് വായിക്കാം. നമ്മളൊക്കെ അങ്ങനെ വായിച്ചത് മര്യാദക്ക് വായിച്ച ജയിലിൽ പോവാതിരിക്കാം. ബാലൻ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ, മൂത്തു നിരച്ച് ബുദ്ധി കുറഞ്ഞു തുടങ്ങിയ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ
ഈ സമൂഹത്തിന്റെ മധ്യത്തിൽ വന്ന് പത്രക്കാരോട് പറയാണ്, എനിക്ക് മുസ്ലിം സുഹൃത്തുക്കളുണ്ട്. ഔദാര്യപൂർവ്വം പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയോ? എന്റെ കൂടെ മുസ്ലിം സഹോദരൻ ഭക്ഷണം കഴിക്കാറുണ്ട്. ഭയങ്കര സംഭവമാണല്ല. എവിടെ കേരളത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ പത്രക്കാരെ വിളിച്ചിട്ട് മതേതരത്തെ തെളിയിക്കാൻ പറയുകയാണ്. എറണാകുളം കോതമംഗലം കോട്ടപ്പടിയിൽ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാനക്കൂട്ടം എത്തി. വാവേലി കുളങ്ങാട്ടുകുഴി റോഡിലാണ് കാട്ടാനക്കൂട്ടം എത്തിയത്. ആൻമരിയ സണ്ണിയുണ്ട് ഇപ്പോൾ വിശദാംശങ്ങളുമായി. ആൻമരിയ, ഇത് എപ്പോഴായിരുന്നു സംഭവം? ആനകളെ കാടുകയറ്റിയോ ആൻമരിയ? പൊൻവഞ്ചിത് വൈകിട്ട് 5 മണിയോടെയാണ് കോതമംഗലം കോട്ടപ്പടി വാവേലി കുളങ്ങാട്ടുകുഴി റോഡിൽ കാട്ടാനക്കൂട്ടം എത്തുന്നത്. തുടർന്ന് വനപാലകരും നാട്ടുകാരും ചേർന്നാണ് ആനകളെ, മണിക്കൂറുകളോളം ആനകൾ ഈ ഭാഗത്ത് തമ്പടിച്ചിരുന്നു. പിന്നീട് നാട്ടുകാരും വനപാലകരും ചേർന്ന് ആനകളെ കാട്ടിലേക്ക് തുരത്തിയിട്ടുണ്ട്. ഏതാനും കുറച്ചു നാളുകളായിട്ട് ഇതൊരു ജനവാസ മേഖലയാണ്. ഈ ഭാഗത്ത് ആദ്യമൊക്കെ കാട്ടാനക്കൂട്ടം ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ഈ അടുത്ത നാളായിട്ടാണ് എല്ലാ ദിവസവും കാട്ടാനക്കൂട്ടം ഈ രീതിയിൽ, അത് രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ഈ കാട്ടാനക്കൂട്ടം എത്തുന്നത് ആളുകൾക്ക് ഒരു പരിഭ്രാന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് 5 മണിയോടെയാണ് വാവേലിയിൽ ഇങ്ങനെ കാട്ടാനക്കൂട്ടം ഇറങ്ങിയത്. ശരി, ആൻമരിയ സണ്ണിയാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാട് വാണിയംകുളത്തെ മുൻ ഡിവൈഎഫ്ഐ നേതാവ് വിനീഷിനെ മർദ്ദിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിൽ റിമാൻഡിലായ സി രാകേഷിനെ വീണ്ടും ബ്ലോക്ക് സെക്രട്ടറിയാക്കി നേതൃത്വം. പ്രതിനിധികളിൽ ഒരു വിഭാഗം വിഷയം ഉന്നയിച്ചെങ്കിലും നേതൃത്വം ലഘൂകരിച്ചു എന്നാണ് ഉയരുന്ന ആക്ഷേപം. ആയിഷത്തുൽ ഷംനയുണ്ട് പാലക്കാട് നിന്ന്. ഷംന, വിവരങ്ങൾ. ഉന്മേഷ്, കഴിഞ്ഞ ഒക്ടോബറിലായിരുന്നു ഈ ആക്രമണം നടക്കുന്നത്. ഡിവൈഎഫ്ഐ മുൻ മെമ്പറായ ദിനേശിനെ ഈ ബ്ലോക്ക് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം രാത്രിയിൽ അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. ദിവസങ്ങളോളമാണ് ദിനേശ് അന്ന് ആശുപത്രിയിൽ കഴിഞ്ഞിരുന്നത്. ഇതേ തുടർന്ന് ഈ ബ്ലോക്ക് സെക്രട്ടറി സി രാകേഷ് ഉൾപ്പെടെയുള്ള പ്രതികളെ പോലീസ് പിന്നീട് കസ്റ്റഡിയിൽ എടുക്കുകയും റിമാൻഡിൽ വിടുകയും ഒക്കെ ചെയ്തതാണ്. ഈ ഒരു വിഷയം നിലനിൽക്കുന്ന സമയത്ത് പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് വരെ ചില നേതാക്കൾ മാത്രമാണ് ഇത് തള്ളിക്കളയേണ്ട വിഷയമാണ്, ഒരു കാരണവശാലും പാർട്ടി ഇത് അംഗീകരിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ചില നേതാക്കൾ രംഗത്തെത്തിയെങ്കിൽ പോലും ഔദ്യോഗികമായുള്ള ഒരു വിശദീകരണമോ ഒരു പാർട്ടിയിൽ സാധാരണഗതിയിൽ ഉണ്ടാകാറുള്ള ഒരു നടപടിയോ ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നില്ല. തുടർന്നാണ് ഇപ്പോൾ വീണ്ടും സമ്മേളനം ചേർന്ന് ഈ പ്രതിയായിരുന്ന സി രാകേഷിനെ തന്നെ വീണ്ടും ഷൊർണൂർ ബ്ലോക്ക് സെക്രട്ടറി ആക്കി നേതൃത്വം നിയോഗിച്ചിട്ടുള്ളത്. എന്തായാലും ഇതിനെതിരെ വലിയൊരു വിമർശനം പാർട്ടിക്കകത്ത് തന്നെ ഉയരുന്നുണ്ട്. ഇത്തരം ശരി ഷംന, പാലക്കാട് ആയിഷത്തുൽ ഷംനയാണ് വിവരങ്ങൾ നൽകിയത്. ഇൻഡിഗോ വിമാന കമ്പനിക്ക് 22 കോടിയിലധികം രൂപ പിഴയിട്ട് DGCA. ഡിസംബറിൽ വിമാന സർവീസുകൾ വ്യാപകമായി തടസ്സപ്പെട്ടതിലാണ് കടുത്ത നടപടി. 50 കോടി രൂപ ബാങ്ക് ഗ്യാരണ്ടി നൽകാനും DGCA ഉത്തരവിട്ടു. 4-അംഗ കമ്മിറ്റിയുടെ അന്വേഷണ റിപ്പോർട്ട് പ്രകാരമാണ് നടപടി. പഴയ വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധനാ ഫീസ് കുറച്ച് സർക്കാരിന്റെ ഉത്തരവ്. 15 മുതൽ 20 വർഷം പഴക്കമുള്ള വാഹനങ്ങളുടെ ഫിറ്റ്നസ് ടെസ്റ്റ് ഫീസ് 50% കുറച്ചു. ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് നടപടി. സോഫ്റ്റ്വെയർ ക്രമീകരണങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് നിർദ്ദേശം നൽകി. മമതാ ബാനർജി സർക്കാരിനെതിരെ ആഞ്ഞടിച്ചും കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ നേട്ടം എടുത്തു പറഞ്ഞും പശ്ചിമബംഗാളിലെ BJP റാലിയിൽ പ്രധാനമന്ത്രി. ബംഗാളിലേത് ഹൃദയമില്ലാത്ത സർക്കാരെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പോടെ തൃണമൂൽ കോൺഗ്രസിന്റെ ഗുണ്ടായിസം അവസാനിക്കുമെന്നും പ്രധാനമന്ത്രി. രാജ്യത്തെ ആദ്യ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.